ഈ ഒരു ഫ്രണ്ടിലത്തെ ബൾബ് ഹാലജനാണ് വരുന്നത്. അത് ഞാൻ കൺവേർട്ട് ചെയ്ത് LED ആക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടറിയാൻ പറ്റും. പിന്നെ ഈ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ സെറ്റപ്പൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 0 കിടക്കുന്നത് ന്യൂട്രലായിട്ടാണ്. ഫസ്റ്റ് ചെയ്തേക്കുന്നത് എക്സ്പൾസിൻ്റെ മോണോഷോക്ക്, ഡൊമിനോറിൻ്റെ കാരിയത്, NSൻ്റെ ടെയിൽ, RFൻ്റെ ഹഗ്ഗർ, സ്പ്രോക്കറ്റും RSൻ്റെ എണ്ണയിൽ ചെയ്തേക്കുന്നത്. പിന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ. വണ്ടിയുടെ ഒരു ഓർക്ക് റിവ്യൂ ആണുള്ളത്. എൻ്റെ സ്വന്തം വണ്ടിയാണ്. കുറച്ച് ആളായി 2-3 വീഡിയോ കിട്ടിയിട്ട് അപ്പോൾ ഇന്ന് എൻ്റെ വണ്ടിയിൽ റിവ്യൂ ആണെന്ന് വിചാരിച്ചു. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് പ്രാവശ്യം ചാനൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ അന്ന് ഈ ഒരു മോട്ടോർ വ്ളോഗിങ് സെറ്റപ്പ് ഒന്നും എനിക്കില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ അഭാവത്തിലൊക്കെ ഇട്ടുകൊണ്ട് കുറച്ച് ക്വാളിറ്റി കുറവായിരിക്കും. ഇതിലും അത്രയും ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ടെങ്കിലും എൻ്റെ പഴയ വീഡിയോ കമ്പയർ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ക്വാളിറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും. അപ്പോൾ ഇതാണ് എൻ്റെ BF3 പൾസർ AF200. ഇതൊരു 199.5cc. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. കാരണം ഇത് 2015-16 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ എല്ലാവരും ഒരുപാട് പറഞ്ഞാണ്. ഇതിനെപ്പറ്റി പറഞ്ഞെങ്കിൽ NSനെ പറ്റി പറഞ്ഞാണ്. ട്രിപ്പിൾ സ്പാർക്ക് DTSI 4 വാൾവ് എഞ്ചിനാണ്. സെയിം ഒരു NF200 BF3യുടെ സ്പെക്ക്. വണ്ടി ഇപ്പോൾ കണ്ടെത്താൻ അറിയാൻ പറ്റും. സ്റ്റോക്ക് കണ്ടീഷനല്ല. ഇല്ലീഗലാണെന്ന് ചോദിച്ചാൽ വണ്ടിയിൽ സ്റ്റോക്ക് പാർട്സ് നമ്മൾ ഏത് മാറ്റാൻ ഇല്ലീഗലാണ്. പക്ഷേ ഇതിൽ എല്ലാ സാധനവും ഞാൻ വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എല്ലാ സാധനവും ഞാൻ പല സ്ഥലത്തായിട്ട് മാറ്റി വെച്ചേക്കുന്നത് മാത്രം. ഇതിൽ ഹഗ്ഗറുണ്ട്, മിററുണ്ട്, എല്ലാ സാധനവും പക്കായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഗൂഗിളിലൊക്കെ നോക്കിയെങ്കിൽ എന്തായാലും കിട്ടും. അപ്പോൾ ഇതിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ കാണിച്ചു തരാം. പിന്നെ അത് എനിക്ക് വണ്ടിയിൽ ഞാൻ ചെയ്തേക്കാൻ വ്യത്യാസം. എൻ്റെ ഫ്രണ്ട് ഒരു സൈഡ് നമുക്ക് വന്ന് തുടങ്ങാം. മഡ്ഗാർഡ് കട്ട് ചെയ്തിട്ട് ഡ്യൂക്ക് മഡ്ഗാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് 4 ചേഞ്ച് ചെയ്ത് ഫ്രണ്ടിൽ റെപ്ലിക്ക ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റേഴ്സിനും ബാക്കിലോട്ടാണ് KTMൻ്റെ ഒറിജിനൽ ഇൻഡിക്കേറ്റേഴ്സ് സെറ്റ് ചെയ്ത്. തന്നെ ഫ്രണ്ടിൽ ഒരു WPയുടെ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റിമ്മിലും ഒരു ഗ്രീനും വൈറ്റും സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് റിഫ്ലക്റ്റീവ് സ്റ്റിക്കറാണ്. രാത്രിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് തിളങ്ങും. പിന്നെ വണ്ടിയുടെ ലുക്ക് മാറ്റാൻ വേണ്ടി ഈ ഒരു ഭാഗം കുറച്ച് നേക്കഡായിട്ടിരിക്കും. അപ്പോൾ ഞാൻ ഡൊമിനോറിൻ്റെ ഒരു അണ്ടർവെൽറ്റ് പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലാസിക് കാർഡ് അറിയാമല്ലോ, പ്രത്യേകിച്ച് ഒരു യൂസും ഇല്ല. വീണ അപ്പടി ഓടി അട്ടക്കകത്താവും. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്വാളിറ്റി ഉള്ളൊരു ഡൊമിനോറിൻ്റെ കുറച്ച് ഹെവി ആയിട്ടുള്ള ക്ലാസിക് കാർഡാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫങ്ഷൻ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഫീൽഡിൽ ഓരോ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതൊന്നും പട്ടി അടിക്കുന്നതല്ല, ഞാൻ വീണപ്പോൾ തന്നെയാണ്. ഇത് വെച്ചതിന് ശേഷം വീണതിന് ശേഷം ഈ കിറ്റിലൊന്നും ഒരു സ്ക്രാച്ച് പോലും വീണിട്ടില്ല. പിന്നെ ഓഫ് കോഴ്സ് ബാക്ക് ടയർ ഞാൻ ചെറുതായിട്ടൊന്ന് അപ്സൈസ് ചെയ്തിട്ടുണ്ട്. ഒരു 150 സെക്ഷനിലോട്ടാണ് ആക്കിയത്. വല്ലായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഈ ഒരു ക്യാൻ എൻ്റെ പൊട്ടിയ സമയത്ത് ഞാൻ മാറ്റിയിട്ട് ഒരു ബ്രംബോടെ ക്യാൻ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ലുക്കൊക്കെ തരുന്നുണ്ട്. പിന്നെ വണ്ടി ഇങ്ങനെ സജ്ജത അറിയാൻ പറ്റും. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും ബാക്കിൽ നിന്നുള്ള ഹൈറ്റും കുറച്ച് കൂടുതലാണ്. കാരണം ഞാൻ ഈ ഒരു മോണോഷൊക്കെ മാറ്റി എക്സ്പൾസിൻ്റെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഹൈറ്റ് നല്ല രീതിക്ക് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടെയിൽ ഇതിനൊക്കെ ഒരു പാഷൻ പ്രോയുടെ മോഡൽ ടെയിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് NSൻ്റെ ടെയിൽ ടേഡിയും അതിൽ തന്നെ ഡ്യൂക്കിന് ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഈ ഒരു പൊസിഷനിൽ RSൻ്റെ അഗ്ര വെച്ചിട്ടുണ്ട്. ഈ ഒരു കാരിയർ എനിക്ക് ഒരുപാട് എൻക്വയറി വരുന്ന സാധനമുണ്ട്. ഇത് ഏതിൻ്റെയാണെന്ന്. ഇത് ഡൊമിനോറിൻ്റെ കാരിയറാണ്. ഇത് ഡയറക്റ്റ് ഷൂട്ടാണ്. നിങ്ങൾക്കടുത്ത് വെക്കാന്നേ ഉള്ളൂ. ഞാൻ ഇതിൽ പറയുന്ന മോഡിഫിക്കേഷൻ ആൾമോസ്റ്റ് എല്ലാം എൻ്റെ ചാനൽ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ചുമ്മാ ചോദിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. അതിൽ കയറി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഫ്രണ്ടിൽ ഇതിൽ മിറേഴ്സ് വരുന്നത് ഈ ഒരു പൊസിഷനിലോട്ടാണ്. ഇവിടെ രണ്ടും അതെനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ 2 ആഫ്റ്റർ മാർക്ക് മിറേഴ്സ് വാങ്ങിച്ച് ഈ ഒരു ഫെയറിങ്ങിൽ ഹോളിട്ടാണ് സെറ്റ് വെച്ചേക്കുന്നത്. ഇതിലൊരു ഇൻ്റഗ്രേറ്റഡ് ഇൻഡിക്കേറ്റർ സെറ്റപ്പും ഉണ്ട്. അകത്തും ഫ്രണ്ടിലും ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൺട്രോൾ മോഡൽസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ജസ്റ്റ് ബേസിക്കാണ്. ഇൻഡിക്കേറ്റേഴ്സ്, ഡിമാൻഡ് റൈറ്റ്, പാസ്, ഹോൺ, സ്റ്റാർട്ട് ബട്ടൺ, ഇത് പാർക്ക്, പിന്നെ കിൽ സ്വിച്ച്. പിന്നെ ഇതിൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ അഡീഷണലായിട്ട് അത് ഡൊമിനോറിൻ്റെ സെക്കൻഡറി മീറ്റർ സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ എല്ലാം എൻ്റെ ചാനൽ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ഇതിൻ്റെ ലിവേഴ്സ് അഡ്ജസ്റ്റബിൾ ആയിട്ടുണ്ട്. ക്ലച്ച് ലിവർ മാത്രമാണ് ഇപ്പം ഞാൻ ഇതിൽ അഡ്ജസ്റ്റബിൾ ആയിട്ട് ചെയ്തേക്കുന്നത്. ഗിയർ ലിവർ ബ്രേക്ക് ലിവർ ചെയ്തിട്ടില്ല. കാരണം അത് കുറച്ചുകൂടി എക്സ്പെൻസീവായിട്ട് തോന്നി. പിന്നെ കുറച്ച് പൈസ കിട്ടുമ്പോഴത്തേക്ക് എന്തായാലും ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഈ ഒരു ബ്രേക്ക് ഹോസ്, ഇതിൽ റബ്ബർ ബ്രേക്ക് ഹോസാണ് വരുന്നത്. അത് ഞാൻ ചേഞ്ച് ചെയ്ത് ഒരു ബ്രൈഡഡ് ബ്രേക്ക് ഹോസ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു കാർബേറ്റഡ് പവേർഡായിട്ടുള്ള എഞ്ചിനാണ് വരുന്നത്. ഫ്യൂൽ ഇഞ്ചക്ടർ അല്ല. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാണും. ഫ്യൂൽ ഇഞ്ചക്ടർ ആണെങ്കിൽ കുറച്ചുകൂടി ഒരു ത്രോട്ടിൽ റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് കാർബേറ്റർ ആയിട്ട് കുറച്ചൊരു ലാഗ് ഉണ്ട്. പക്ഷേ അത് ഒരു 2 വണ്ടി സൈഡ് ടു സൈഡ് ഓടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആ ലാഗ് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. BS ഇല്ലാതുകൊണ്ട്. പിന്നെ ഫ്യൂൽ ഇഞ്ചക്ടർ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ടെമ്പറേച്ചർ അനുസരിച്ച് നിങ്ങൾക്ക് ഐഡിയൽ സ്പീഡിലൊന്നും വ്യത്യാസമൊന്നും വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇതിൽ ടെമ്പറേച്ചർ അനുസരിച്ച് നമ്മൾ ഐഡിയൽ സ്പീഡിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഇത് ഞാൻ അത്യാവശ്യം മോഡിഫൈ ഒക്കെ ചെയ്താണ് ഈ ഒരു ഇതിലോട്ട് എത്തിക്കുന്നത്. കാരണം ഇതിൻ്റെ സ്റ്റോക്ക് വണ്ടി എടുത്ത സമയത്ത് എനിക്ക് അത്ര ഒരു ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു ലുക്കും ഒരു V4 ലുക്ക് കൂടെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. എന്തായാലും എനിക്കിപ്പോൾ എൻ്റെ വണ്ടി ലുക്കായിട്ടാണ് തോന്നുന്നത്. അത് പലവരെയും ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ അനുസരിച്ച് പലർക്കും ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കാം. എങ്കിലും എൻ്റെ വണ്ടിയാണ്, എനിക്ക് തോന്നിയ രീതിക്ക് മോഡിഫൈ ചെയ്യും. അതൊക്കെ അങ്ങനെ തീരും. ഗൈസ്, ഇവിടെ നിന്ന് ഇനി റിവ്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഒരു നോയ്സ് ഇല്ലാതെ ചെയ്യാൻ വേണ്ടി വന്ന് അമ്പലത്തിൽ പാടിയിട്ടുണ്ട്. ഗൈസ് ചില സാങ്കേതിക പരിമിതികൾ കാരണം ഇപ്പോൾ ഞാൻ സോഫിയെ മാറ്റി ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. കാരണം അവിടെ അമ്പലത്തിലെ പാട്ടിട്ടു. അപ്പം ഏതുവരെയാണോ എന്തോ പറഞ്ഞ് നിർത്തിയത് അതൊക്കെ നോക്കി ചെയ്യണം. പിന്നെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തിലാണ് ഞാൻ പറഞ്ഞല്ലോ മിറേഴ്സ്. പിന്നെ ഇത് നമ്പർ പ്ലേറ്റ് സ്റ്റോക്കായിട്ടിരുന്ന ഈ ഒരു പൊസിഷനിലാണ്. അത് മാറ്റി ഞാൻ അവിടോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 ഫോഗ് ലാമ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്സ് ഞാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്തേക്കാം. പിന്നെ ഇതിൻ്റെ ഫോർക്കിനൊന്നും പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഞാൻ 2 ഫോർക്ക് ബൂട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് അവെഞ്ചറിൻ്റെ ഫോർക്ക് ബൂട്ടാണ്. ഡയറക്റ്റ് ഫുട്ടാണ്. എനിക്കൊണ്ട് 200 രൂപ പ്രൈസ് വരുന്നുള്ളൂ. പിന്നെ ഈ ഒരു സൈഡ് കൂളൻ ടാങ്കിൻ്റെ പാനൽ അത് പെട്ടെന്ന് ഫെയ്ഡായി പോകുന്ന പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊരു കാർബൺ ഫൈബർ റാപ്പാണ് ഇതേക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഡിപ്പ് ചെയ്തിട്ടില്ല. ഇനി ഭാവിയിൽ ചിലപ്പോൾ ചെയ്താലുമായി. പിന്നെ ഈ ബാക്കിൽ ഡിസ്കിൽ കാണാൻ പറ്റുമെന്നറിയില്ല, ഇതിൻ്റെ സ്പീഡ് സെൻസർ പുതിയ മോഡൽ സെൻസർ ഞാൻ ചുമ്മാ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റിഫ്ലക്ടർ സ്റ്റിക്കർ ബാക്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വേറെ കാര്യം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടെയിൽ ലൈറ്റിൽ ഞാൻ ചെറിയ രീതിക്ക് സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് ഇടുമ്പോഴത്തേക്ക് അത്യാവശ്യം നൈഫർ ലുക്ക് വരും. അതിപ്പോൾ കാണിക്കാൻ പറ്റില്ല, അത് ഞാൻ ക്ലിപ്പ് ആഡ് ചെയ്തേക്കാം. ആ ഒരു ക്ലിപ്പിൻ്റെയും ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ റേഷ്യോയിൽ തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതെങ്ങനെ ആഡ് ചെയ്യുമെന്നറിയാം, എന്തായാലും ചെയ്യണം. പിന്നെ ഈ ഒരു കൺട്രോൾ സ്വിച്ചിനായി സെറ്റ് ആക്കുന്ന ലെഫ്റ്റ് സൈഡിൽ RFൻ്റെതാണ്. ആ ഒരു ഇൻഡിക്കേറ്ററാണ് എനിക്ക് കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ കംഫർട്ടായി തോന്നിയത്. പിന്നെ ഞാൻ സ്പ്രോക്കറ്റിങ് ചെറിയ രീതിക്കുള്ള വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഇട്ടേക്കുന്ന സ്പ്രോക്കറ്റ് RSൻ്റെ ചെയിൻ സ്പ്രോക്കറ്റാണ്. അത് ഡയറക്റ്റ് ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൽ ഒരു 2-3 രീതി കൂടുതലാണ്. ആയിട്ടെന്ന് വെച്ചാൽ എനിക്ക് നല്ല രീതിക്ക് ഒരു ഇനിഷ്യൽ പവർ കൂടി, പിന്നെ ടോപ്പിൻ്റെ കുറഞ്ഞാലും ഞാൻ എന്തായാലും ടെസ്റ്റും ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ കുറച്ച് പഴയ വണ്ടിയാണെന്ന് പറഞ്ഞാലും പവറിൻ്റെ കാര്യത്തിൽ ഒട്ടും ബാക്കിലല്ല. ഇപ്പോൾ 200 cc അത് വണ്ടിയിലായാലും ഒന്ന് അടിച്ചിക്കാനൊക്കെ പറ്റും. പിന്നെ എല്ലാവരും BS3 ഓടിക്കുന്ന പവറൊക്കെയാണെന്ന് തന്നെ പറയുന്നത്. പക്ഷേ ഞാൻ ഓടിച്ച് നോക്കിയിട്ട് എനിക്ക് ഒരു ഫ്യൂൽ ഇൻജക്ടറിൻ്റെ അത്ര ഒരു പവറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതിൽ കുറച്ചുകൂടെ ഫാസ്റ്റാണ്. ഇതിൽ ത്രോട്ടിൽ നിന്ന് കുറച്ച് ലാഗായിട്ടേ വണ്ടി കയറും. വണ്ടി കയറിയേക്ക് വരും. പിന്നെ ഹാൻഡലിൻ്റെ ഭാഗത്ത് വേറെ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഒരു ഫോൺ ഹോൾഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. JB റേസിങ്ങിൻ്റെ വിത്ത് ചാർജറാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഫോഗ് ലാമ്പിൻ്റെ പറഞ്ഞല്ലോ, അതിൻ്റെ സ്വിച്ചാണിത്. ഇതാണ് ഇതിൻ്റെ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ സെറ്റപ്പൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 0 കിടക്കുന്നത് ന്യൂട്രലായിട്ടാണ്. ഫസ്റ്റ് ഇടുമ്പോഴത്തേക്ക് അത് വണ്ടി ഞാൻ റണ്ണിങ് കാണിച്ചിട്ട് ഇപ്പോൾ അത് കാണിക്കാൻ പറ്റില്ല. ഇതിലെന്തായാലും ഞാൻ വേറെ കുറേ എന്തൊക്കെ പറയണമെന്ന് വിചാരിച്ചാണ്, എല്ലാം മറന്നുപോയി. മെയിനായിട്ട് ചെയ്തേക്കുന്നത് എക്സ്പൾസിൻ്റെ മോണോഷോക്ക്, ഡൊമിനോറിൻ്റെ കാരിയത്, NSൻ്റെ ടെയില്, RFൻ്റെ ഹഗ്ഗർ, സ്പ്രോക്കറ്റും RSൻ്റെ ആണ് ചെയ്തേക്കുന്നത്. പിന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, വണ്ടിയുടെ ഈ ഒരു ഫ്രണ്ടിലത്തെ ബൾബ് ഹാലജനാണ് വരുന്നത്. അത് ഞാൻ കൺവേർട്ട് ചെയ്ത് LED ആക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടറിയാൻ പറ്റും. പിന്നെ ഈ ഒരു പാർക്ക് ലൈറ്റ് ഇപ്പോൾ ബ്ലിങ്കാവുന്നതിന് ശ്രദ്ധിച്ചാണ്. അതിലൊരു ഫ്ലിക്കറിങ് ഫംഗ്ഷൻ ഞാൻ ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ഗൈസ് ഇവിടെയും അവന്മാർ ജനറേറ്റർ ഓണാക്കി. നമുക്ക് അടുത്ത സ്പോട്ട് പിടിക്കാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് റണ്ണിങ് ഷോട്ട് കാണിച്ചു തരാം. നമ്മൾ എവിടെ വന്നാലും ഇതാണല്ലോ ഗൈസ് ഗതി. ഈ മീറ്റർ ഫ്ലാപ്പിൻ്റെ അവിടെ മീറ്റർ ചെറിയ ഡിലേ ഉണ്ട്, അതെന്തായാലും ഒന്ന് ശരിയാക്കണം. പിന്നെ ഈ ഒരു ഭാഗം ഞാൻ ഒരു അത്യാവശ്യം അടിക്കാൻ നേരത്ത് ഇടിച്ച് പൊട്ടിച്ച് എടുത്തതാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പവറെന്ന് വെച്ചാൽ കൊടുക്കുന്ന പവറാണ്. പക്ഷേ ഇതിനൊരു 8 വർഷം പഴക്കമുണ്ട്. ഞാൻ അത്യാവശ്യം മെയിൻറ്റെയിനൊക്കെ ചെയ്ത് ഒരു 50K മേജർ സർവീസൊക്കെ വരുന്നുണ്ട്. അതും ഡീകാർബണൊക്കെ ചെയ്തപ്പോൾ വണ്ടി ഇപ്പോൾ ഒക്കെ കണ്ടീഷനാണ്. പിന്നെ ഇതിൽ ഒരേ ഒരു കാര്യം നിങ്ങൾക്ക് മിസ് ചെയ്യും, അത് ABS ആണ്. ഇതിൻ്റെ ഒരു പവറിനെ പിടിച്ചെടുത്തേണ്ട രീതിയിലുള്ള ബ്രേക്കിംഗ് ഒന്നും ഇതിനില്ല. ബ്രേക്കിംഗ് ഉണ്ട്, ഞാൻ ഇപ്പോൾ പിടിച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ വണ്ടി നിൽക്കും. പിന്നെ തറയിൽ വീണതിന് ശേഷം വണ്ടി നിരങ്ങിയായിരിക്കും പോകുന്നത്. അപ്പോൾ ABS മാത്രം മിസ്സാവും. പിന്നെ ഈ പുതിയ വണ്ടികളിൽ വരുന്ന സ്പെഷ്യലായിട്ടുള്ള ഫങ്ഷൻസോ സെൻസേഴ്സോ ഫീച്ചേഴ്സോ ഒന്നും ഇതിൽ വരുന്നില്ല. നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിലൊരു വണ്ടി എടുക്കാൻ പറ്റുമെങ്കിൽ ഇതൊരു അത്യാവശ്യം നീറ്റ് കണ്ടീഷൻ വണ്ടി എനിക്കൊന്ന് 40-50 റേഞ്ചിൽ കിട്ടും. ഇത് മിക്കുള്ളവർ എടുത്തതിന് ശേഷം NS ആക്കിയൊക്കെ കൺവേർട്ട് ചെയ്യേണ്ടി ചെയ്യുന്നത്. അത് ചിലവർക്ക് ഇഷ്ടപ്പെട്ടും കൺവേർട്ട് ചെയ്യാറുണ്ട്. ചിലവർ ഇതിൻ്റെ പാർട്സിൻ്റെയൊക്കെ ഒരു അവൈലബിലിറ്റി മാനിച്ചും ചെയ്യാനുണ്ട്. ഇതിൻ്റെ ബാക്കി പാർട്സ് എല്ലാം NF-ആയിട്ട് ഡയറക്റ്റ് സ്യൂട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. വണ്ടി ആക്സിഡൻ്റല്ലോ ഈ ഹെഡ്ലൈറ്റിൻ്റെ ക്ലാമ്പും ഈ സൈഡ് ഫെയറിങ്ങും ഹെഡ്ലൈറ്റിൻ്റെ സ്റ്റേയും ഒന്നും നിങ്ങൾ തലകുത്തി മറിഞ്ഞാലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ സെക്കൻഡ് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും. ആ ഒരു കാരണം കൊണ്ട് NS ആക്കുന്നവരുമുണ്ട്. പിന്നെന്താ ഉള്ളത്, പിന്നെ എന്തൊക്കെയോ പറയും. പിന്നെ ഇതിൻ്റെ ഒരു മൈലേജും കാര്യങ്ങളൊക്കെ കമ്പനി ക്ലെയിം ചെയ്തത് 42 km/ലിറ്ററാണ്. എനിക്കെത്ര കിട്ടുമെന്ന് വെച്ചാൽ എനിക്കൊരു 38ഒക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്കൊരു 26 ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ കാർബൈഡിൻ്റെ ട്യൂണിങ്ങിൽ ചെറുതായിട്ടൊന്ന് കളിച്ചായിരുന്നു. അതിനുശേഷമാണ് അത്രയും ഒരു മൈലേജ് എനിക്ക് ഡ്രോപ്പ് ആയത്.
ഇപ്പം ഞാൻ അത് ശരിയാക്കിയ ശേഷം ടെസ്റ്റ് നോക്കിയപ്പോൾ 53 കിട്ടി. അതെനിക്ക് കൊണ്ട് എന്തായാലും ഒരു 45+ മൈലേജ് കിട്ടണം. ആ ഒരു രീതിക്കാണ് വണ്ടി മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ പക്കയാണ്. പ്രത്യേകിച്ചൊന്നും ലാഗും ചെയ്തിട്ടില്ല. ഞാനായിട്ട് പണിയിൽ നിന്നുള്ള ഒരേ ഒരു പ്രശ്നം മാത്രമേ ഈ വണ്ടിക്കുള്ളൂ. പിന്നെ ഇതിൽ ഞാൻ ചെയ്തേക്കുന്ന ഓരോ മോഡിഫിക്കേഷനും എന്ത് കാര്യമായാലും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ചാനൽ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ വണ്ടിയുടെ ഒന്ന് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്ത് ചെയ്യാം, സിറ്റുവേഷൻസ് നമുക്ക് വളരെ പ്രതികൂലമാണ്. ആ ഒരു കിടിലൻ സ്പോട്ടിൽ നിന്ന് പറഞ്ഞൊരു പീക്ക് ലെവലിലോട്ട് എത്തിയപ്പോഴത്തേക്ക് അവിടെ ഒരു അമ്പലത്തിൽ പാട്ടിട്ടു. അത് കഴിഞ്ഞ് ഇവിടെ വന്നൊന്ന് പറഞ്ഞൊന്ന് മൂളിച്ച് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ച സമയത്ത് അവിടെയും ജനറേറ്റർ ഓൺ ചെയ്തു, കറണ്ട് പോയി. പിന്നെ ഇതിന് ഞാൻ കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് എക്സ്പൾസിൻ്റെ. അതുകൊണ്ട് എനിക്കിപ്പോൾ കറക്റ്റ് ഇത് ഫ്ലാറ്റ് ഫുട്ടാണ്. ഞാൻ ഒരു 6 ഫീറ്റ് അടുപ്പിച്ചുണ്ട്. പിന്നെ വണ്ടി ഓടിക്കാനും എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളാണ്. സ്റ്റെബിലിറ്റിയിലൊന്നും എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയൊന്നുമില്ല. എങ്കിലും ഒക്കെ നൈസായിട്ട് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അതിൽ ചെയ്യുന്നത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ലൈക്ക് കൂടെ നടിച്ചേക്ക്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കാര്യങ്ങളൊക്കെ എൻ്റെ അക്കൗണ്ടിൻ്റെ ബയോത്തിന് കൊടുത്തിട്ടുണ്ട്. അതോടെ ഒന്ന് ഫോളോ ചെയ്തേക്ക്. നിൽക്കുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കമൻസിലൂടെയും ഇൻസ്റ്റാഡിൽ കൂടെയൊക്കെ അറിയിക്കാവുന്നതാണ്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.